ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് തോമാസ് സ്ലീഹായുടെ തിരുനാൾ ദിവസമാണ്, ദുഃഖ്രാന തിരുനാൾ. നിനക്ക് തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുക. വിശ്വാസികളുടെ പിതാവായ തോമാസ് സ്ലീഹ, നമുക്ക് വിശ്വാസം പകർന്നു തന്ന തോമാസ് സ്ലീഹ, ആ തോമാസ് സ്ലീഹായുടെ ഒരു നിലവിളി കർത്താവിനെ തിരിച്ചറിഞ്ഞപ്പോൾ നിലവിളി സുവിശേഷത്തിൽ കാണുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 28-ാം തിരുവചനം. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. വലിയൊരു നിലവിളിയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ആ നിലവിളി ഈ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു അലർച്ചയാണ്. ഈ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്, ഈ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞപ്പോൾ തോമാസ് സ്ലീഹ ശങ്കിച്ചു. ശിഷ്യന്മാരൊക്കെ പറഞ്ഞു, പക്ഷേ എനിക്ക് അവനെ കാണണം. ഒരു വാശി പിടിക്കുകയാണ്. ആ വാശി പിടിച്ചവൻ്റെ മുമ്പിൽ ക്രിസ്തു സ്വയം വിട്ടുകൊടുക്കുക. ആ ക്രിസ്തുവിനെ തൊട്ടപ്പോൾ, ദർശിച്ചപ്പോൾ വലിയൊരു ചങ്ക് പൊട്ടിയൊരു കരച്ചിൽ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ആ കരച്ചിലിൻ്റെ ആഴം മൈലാപ്പൂര് വരെ എത്തി എന്നുള്ളതാണ്. ആ കരച്ചിലിൻ്റെ ആഴം രക്തസാക്ഷിത്വം വരെ എത്തി എന്നുള്ളതാണ്. ക്രിസ്തുവിന് വേണ്ടി നീ ഉയർത്തുന്ന നെടുവീർപ്പുകൾ അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് നിന്നെ കൊണ്ടുവന്നെത്തിക്കും. സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക്. അത് ക്രിസ്തുവിന് വേണ്ടി എന്തും വിട്ടുകൊടുക്കുവാനുള്ള, എന്തും സമർപ്പിക്കുവാനുള്ള വലിയൊരു മഹാമനസ്കതയാണ്. പ്രിയ സഹോദര സഹോദരി, നിന്നെ ആ അവസ്ഥയിലേക്ക് നീ ക്രിസ്തുവിലേക്ക് ഒട്ടിച്ചേർന്നാൽ ക്രിസ്തു നിന്നെ എത്തിക്കും. അതനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചെന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വ്യക്തി ആയിരിക്കുന്ന മേഖലകളിൽ അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിവസത്തിന് വേണ്ട അനുഗ്രഹം നൽകണമേ പ്രാർത്ഥിക്കുന്നു. നിരന്തരം വിശ്വാസത്തെ ഏറ്റുപറഞ്ഞ് പ്രഘോഷിക്കുവാനായിട്ട്, നിന്നോടുള്ള സ്നേഹത്തെപ്പറ്റി സമർപ്പണത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമില്ല.